ഇന്ന് വേലയും കൂലിയുമില്ലാതെ ജോലിയില്ലാതെ അലയുന്ന ആധ്യാത്മികവും മാനസികവുമായ പിരിമുറുക്കവും വേദനയും ടെൻഷനുമൊക്കെ അനുഭവിക്കുന്ന ഒരു പറ്റം ജനമുണ്ട് നമുക്ക് ചുറ്റും. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൊളോഷ്യൻസ് 3:23 പറയുന്നു, നിങ്ങളുടെ ജോലി ഏത് തന്നെയായാലും ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. അന്വേഷിക്കുവിൻ, കണ്ടെത്തുമെന്ന് കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മനോഭാവം വേണം, എളിമ വേണം, എന്തും ചെയ്യുവാനുള്ള ഒരുക്കവും മനസ്സും വേണം. നന്മ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയണം. മറ്റുള്ളവർക്ക് ഞാൻ മൂലം ദ്രോഹം അല്ലെങ്കിൽ വേദന ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നേരെ മറിച്ചും നടക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. ജോലിയുള്ളവർ അർഹതയില്ലാത്തവർ അർഹിക്കാത്ത സ്ഥലങ്ങളിലിരിക്കുന്നതുകൊണ്ട് അർഹതയുള്ളവർക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറുന്നവർ ഉള്ള ജോലിയും കൂടി കളയുന്നവർ, അങ്ങനെ പല വിധത്തിലുണ്ട് ഈ ജോലിക്കാർ. മറ്റുള്ളവരുടെ ജോലി കളയുന്നതും ചിലരുടെ ജോലിയാണ്. അവിടെ ചിലർ അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുകയും ചെയ്യും. വേറെ ചിലരുണ്ട്, ഏൽപ്പിച്ച ജോലി അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ജോലിയും ചെയ്യില്ല. പകരം മറ്റുള്ളവരെ ജോലി പഠിപ്പിക്കാൻ പോകും. പണ്ടത്തെ കാരണവന്മാർ പറയില്ലേ, ഒരു മൃഗം സ്വയം തിന്നുകയുമില്ല, മറ്റതിനെ തീറ്റിക്കുകയുമില്ല എന്ന്. അപ്പോൾ എന്താണ് അഭികാമ്യം? എനിക്കുള്ളത് കൊണ്ട്, പറ്റുന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടാൻ പഠിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാൻ പോകാതെ അവരെ അവരുടെ ഉത്തരവാദിത്തത്തിൽ വിടുക. മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ച് എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകുവാനാണ്? വലിയ സമ്രാട്ടായിരുന്ന അലക്സാണ്ടർ മരണപ്പെട്ടിയിൽ കിടക്കുമ്പോൾ തൻ്റെ കൈകൾ രണ്ടും പുറത്തിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ്? ഞാൻ നേടിയതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ. നമുക്ക് കരണീയമായത് ചെയ്യുക. മറ്റുള്ളവരെ ഭരിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കാതിരിക്കുക. കാരണം അത് സ്വന്തം നാശത്തിലേ ചെന്ന് അവസാനിക്കും. നാം ജോലിയില്ലാത്തവർ എന്ന് പറയുമ്പോൾ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ അളവുകൾ വെച്ചാണ് വിലയിരുത്തുന്നത്. എന്നാൽ ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് ജോലിയല്ല, നമ്മുടെ സ്വഭാവ സവിശേഷതയാണ്, മാനുഷികമായ മൂല്യങ്ങളാണ്. കാരണം ജോലിയില്ലാത്തവനും സ്നേഹിക്കാനും മറ്റുള്ളവരെ സേവിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയും. ജ്ഞാനത്തിൽ വളരാനും വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനും ആധ്യാത്മികമായി വളരാനും ഒക്കെ സാധിക്കും. ഒരു പരിധിവരെ ഈ വളർച്ച ചിലപ്പോഴെങ്കിലും നല്ല രീതിയിലുള്ള ജോലികളിൽ ചെന്നെത്താൻ ചിലരെയെങ്കിലും ഒക്കെ സഹായിക്കാറുമുണ്ട്. എനിക്കില്ല എന്ന് പറഞ്ഞ് പരിതാപവുമായി കഴിയുന്നവർ എന്നും അങ്ങനെ ആയിരിക്കും. ധൈര്യമായി ഇറങ്ങിത്തിരിക്കുന്നവന് അവസരങ്ങൾ ഇഷ്ടം പോലെ വന്നു ചേരും. അപ്പോൾ ഈ ദിനത്തിൽ ജോലിയില്ലാത്തവരെ, സ്വസ്ഥതയും സമാധാനമില്ലാത്തവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാൻ അവർക്ക് മനസാന്നിധ്യവും ശക്തിയും അവസരങ്ങളും നൽകട്ടെ.